ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചക്കക്കുരു മുരിങ്ങയില പൊതേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരൊറ്റ കറി മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ. എന്താ ഇതിൻ്റെ സ്വാദെന്നറിയാമോ? എങ്കിൽ ഞാൻ അധികം എൻ്റെ വീഡിയോ ലാഗ് ആക്കിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ചക്കക്കുരു എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പം ചക്കക്കുരുവിൻ്റെ പുറത്തെ തൊലി കളഞ്ഞു കഴിഞ്ഞിട്ട് ഉള്ളി കാണുന്ന തൊലി ശരിക്കും നമ്മൾ കളയണമെന്നില്ല. അതുണ്ടെങ്കിൽ നമുക്ക് അധികം വയറ്റി ഗ്യാസൊക്കെ കയറുന്ന ആളുകളാണെങ്കിൽ ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ അത് വളരെ സഹായകരമായിരിക്കും. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരു അടുപ്പിലേക്ക് വയ്ക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് നമ്മുടെ ചക്കക്കുരു വേകാനായിട്ട് ചട്ടിയിൽ മൂടി വെക്കാം. നമ്മുടെ ചക്കക്കുരു വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മുരിങ്ങയില റെഡിയാക്കി എടുക്കാം. മുരിങ്ങയില നമ്മൾ അരിഞ്ഞൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അടർത്തി എടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് നമ്മൾ മുരിങ്ങയില പൊതേനെ സാധാരണ എടുക്കാറ്. കാരണം വലിയ ഇലയാണ്, നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് രണ്ടാക്കിയാൽ മാത്രം മതി, ഒന്ന് പിരിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വലിച്ച് എടുത്താൽ മതി. അപ്പം നമ്മുടെ മുരിങ്ങയില മുഴുവൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചക്കക്കുരു വെന്തോന്ന് നോക്കാം. നമ്മുടെ ചക്കക്കുരു ശക്കലവും കൂടി ഒന്ന് വേവാനുണ്ട്. ആ സമയം കൊണ്ട് നമുക്കെന്നാൽ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ അരപ്പിന് കുറച്ച് തേങ്ങ, പിന്നെ അതിലേക്ക് ഉള്ളി, ചുവന്നുള്ളി, ഒരു ശകലം വെളുത്തുള്ളി, പിന്നെ 2 ഉണക്കമുളകാണ് എടുത്തത് ഞാൻ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകവും കൂടി ആഡ് ചെയ്യണം. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അരപ്പൊക്കെ ആയി വന്നപ്പോഴത്തേനും നമ്മുടെ ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് അതൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിനതൊരു വാടി വരാനുള്ള സമയം എടുത്താൽ മതി. അതിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ അരപ്പ് ആഡ് ചെയ്യുമ്പം നമ്മുടെ അരപ്പ് അരച്ചുകൊണ്ട് വന്ന ജാറ് നമ്മൾ കഴുകുമല്ലോ, ആ വെള്ളം കൂടെ നമുക്ക് മതിയായിരിക്കും. അതാകുമ്പോഴത്തേനും നമുക്ക് പാകത്തിന് വെള്ളമാവുള്ളൂ. ഇപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളമായി, അരപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇനിയിപ്പം നമ്മൾ നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക, എല്ലാവരും കറക്റ്റാണോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്ത് നമുക്കത് റെഡിയാക്കാം. ഇനിയിപ്പം നമുക്ക് നമ്മുടെ കറി ഒന്ന് അത്യാവശ്യം നല്ലതുപോലെ തിളയ്ക്കാനുള്ള സമയം നമുക്കെടുക്കാം. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ അരപ്പിൻ്റെയൊക്കെ ആ ഒരു പച്ച രുചി മാറാനുള്ള സമയം കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടി പതുക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് നമ്മുടെ കടുകും കൂടെ താളിച്ച് അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു പൊതേൻ്റെ റെസിപ്പി. എന്ത് സിമ്പിളാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ പറ്റും. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരേക്കും ബൈ.